ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഞണ്ട് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം അത് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ചതിന് ശേഷം അത് വാര വയ്ക്കുക. അതിനുശേഷം അത് പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു ഉരുളി എടുത്ത് അതിലേക്ക് 2 സബോള ഇട്ട് നന്നായി വഴറ്റണം. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർക്കുക. അത് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇടുക. കറിവേപ്പില ഇട്ട് അത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം അത് നന്നായി ഇളക്കുക. അതിനുശേഷം അത് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളകും പൊടി, ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എന്നിവ അതിലേക്ക് ഇടുക. അത് ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഞണ്ട് അതിലേക്ക് ഇടുക. ഞണ്ട് ഇട്ടതിന് ശേഷം അത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കണം. അതിൻ്റെ മസാലകളെല്ലാം അതിലേക്ക് നന്നായി പിടിക്കണം. അതിനുശേഷം നമ്മുടെ രുചികരമായ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി.